സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും വിവാദങ്ങളിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതൃപ്തി മാറ്റാൻ അനുനയവുമായി വി ഡി സതീശൻ. ദില്ലിയിലെ ചർച്ചയിൽ വി ഡി സതീശൻ കേരളത്തിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളിൽ വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, മുഖ്യമന്ത്രിയായ ശേഷം 2 തവണ മാത്രമാണ് മുഖ്യമന്ത്രി KPCC ആസ്ഥാനത്തെത്തിയത്. കോൺഗ്രസുമായി ആലോചനയില്ല, UDFന്റെ ഏകോപന സമിതിയില്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയില്ല, ഒരിടത്തും ചർച്ചയില്ല. ആകെ ഒരു പ്രതിഷേധം ഉയർന്നു വരികയാണ്. വിശദാംശം. ഷമ്മി, മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ദില്ലിയിലെ യാത്ര ഔദ്യോഗികമായിട്ടുള്ള യാത്രയാണ് എങ്കിലും അത് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി കാണാനുള്ള ശ്രമവും വി ഡി സതീശൻ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷമ്മി പറഞ്ഞത് തന്നെയാണ്. കാരണം നിലവിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വിവാദങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങളിലെല്ലാം പ്രതിക്കൂട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട നികുതി ഇളവ്, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട മുൻ KPCC അധ്യക്ഷൻ്റെ അദ്ദേഹം അടക്കമുള്ള VS സുധീരൻ അടക്കമുള്ള നേതാക്കളുടെ പരസ്യമായ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ അവസാനത്തെ ഓഹരി വിഴിഞ്ഞം അദാനി ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന വാദം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദം ഉണ്ടാകുന്നു. അവസാനമാണ് ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് പരസ്യമായി KSUവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായത്. കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച KSU നേതാക്കളുമായി നടത്തിയെങ്കിലും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്ലീഡർ നിയമനം നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന കാര്യം അദ്ദേഹം KSU നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. മുതിർന്ന നേതാക്കളടക്കം മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നിലപാടിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പാണ് നിലവിൽ പരസ്യമായി രഹസ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം കേവലം 2 തവണ മാത്രമാണ് വി ഡി സതീശൻ KPCC ആസ്ഥാനത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹം പങ്കെടുത്തത് കരുണാകരൻ്റെ അനുസ്മരണത്തിലും ഒരു തവണ ചേർന്ന KPCC യോഗത്തിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ നിന്ന് KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ യോഗത്തിൽ പോലും മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുത്തില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനമാണ്. ആ അനുസ്മരണ സമ്മേളനത്തിൽ അടക്കം ഇന്ദിരാഭവനിൽ വി ഡി സതീശൻ എത്തിയില്ല. അത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ UDFന്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിയുന്നില്ല. കാരണം മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. അദ്ദേഹം തീയതി നൽകിയാൽ മാത്രമേ UDFന്റെ യോഗം ചേരാൻ കഴിയൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് KPCC യോഗത്തിന് വേണ്ടി 2 ജനറൽ സെക്രട്ടറിമാർ കത്ത് നൽകിയിട്ടും ആ യോഗം ചേരാൻ കഴിയുന്നില്ല. ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ മുതിർന്ന നേതാക്കൾക്കടക്കം കടുത്ത അതൃപ്തിയുണ്ട്. ഹൈക്കമാൻഡിനും ഇക്കാര്യങ്ങളിലെല്ലാം വലിയ അതൃപ്തിയുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തൻ്റെ ഭാഗം വിശദീകരിക്കുക എന്നത് വി ഡി സതീശൻ്റെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമമാണ്. നിലവിൽ പല വിവാദങ്ങൾക്ക് പിന്നിലും പ്രത്യേകമായി ചില നേതാക്കളുണ്ട്, ചില നേതാക്കളുടെ താല്പര്യമുണ്ട്. KSU അടക്കം പരസ്യമായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാർ തന്നെ പരസ്യമായി രംഗത്തെത്തി. പാർട്ടി വേദിയിൽ പറയേണ്ട കാര്യം പരസ്യമായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടി, വിവാദത്തിലാക്കുന്നതിന് വേണ്ടി ചില നേതാക്കൾ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് വി ഡി സതീശൻ അനുകൂലികൾക്കുണ്ടത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ ചർച്ചകളിൽ നടത്തുക. നൃപൻ, മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസിൽ നമുക്കറിയാം മുഖ്യമന്ത്രി ഒരു ഭാഗത്തും പിന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മറുഭാഗത്തും. ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് VM സുധീരനായിരുന്നു. അതുപോലെ തന്നെ കരുണാകരൻ ഇരിക്കുന്ന സമയത്ത് AK ആന്റണി അടക്കമുള്ളവർ ഈ പറയുന്നത് പോലെ പിന്നെ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും ഇത്തരത്തിൽ ഒരു ഏകോപനമില്ലായ്മ ഉണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. ആ ഒരു അർത്ഥത്തിൽ കൂടി അതിനെ കാണാൻ കഴിയുമോ? തീരെ ചർച്ചയും ആലോചനയും ഇല്ലാത്ത കാര്യങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എന്ന ആക്ഷേപം എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടില്ലേ? ഷമ്മി, എല്ലാ കാലത്തും കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഒരു ഭാഗത്തും പാർട്ടി മറുഭാഗത്തേക്കും എത്തുന്നത് സ്ഥിരമായിട്ടുള്ളതാണ്. കരുണാകരൻ്റെ കാലത്തും AK ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭരണത്തിൽ വന്ന് കേവലം 2 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ പാർട്ടിയുമായുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലൊരു മുഖ്യമന്ത്രി പോകാനുള്ള സാധ്യതയില്ല, അങ്ങനെ ചരിത്രത്തിലുമില്ല. പക്ഷേ ഈ പാർട്ടിയുടെ നിലപാടുകൾ, പല കാര്യങ്ങളും മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാരടക്കം ഈ പറഞ്ഞ കരിമണൽ ഖനനത്തിലായിരുന്നാലും ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടായിരുന്നാലും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു പരസ്യ പോരുണ്ടായി. മാത്രമല്ല KSU ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് പരസ്യമായി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു. അതിന് KSU നേതാക്കളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി KSUവിനെ അവഗണിക്കുന്നൊരു
സമീപനം സ്വീകരിച്ചു. KSU അല്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്, KSU ആരാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന തരത്തിലുള്ള മറുപടിയാണ് VD സതീശൻ നൽകിയത്. ഇത് ഒരു ഇൻസൾട്ട് KSUവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അതാണ് VS സുധീരൻ KPCC ആസ്ഥാനത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ KSUവിൻ്റെ ലെഗസി, KSUവിൻ്റെ ചരിത്രം, ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കളെല്ലാം KSUവിൽ നിന്ന് വന്ന പാരമ്പര്യം, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചത് വല്ലാത്ത തരത്തിലൊരു മുറിവ് നേതാക്കൾക്കിടയിൽ ഇതുണ്ടായിട്ടുണ്ട്. ഗ്രൂപ്പിന് അതീതമായി മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെതിരെയുള്ള പ്രതിഷേധം നിലനിൽക്കുകയുമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കേവലം 2 മാസം കൊണ്ട് തന്നെ വലിയ തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതിലുള്ള പ്രതിഷേധം ഹൈക്കമാൻഡിനുമുണ്ട്. കാരണം KC വേണുഗോപാൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ചർച്ചകളിൽ അനുനയമായിരിക്കും VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായി എന്തുണ്ടായി എന്ന കാര്യത്തിലുള്ള ചോദ്യം ചിലപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിലവിൽ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം മുഖ്യമന്ത്രി VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിക്കും. ഷമി, നിർമ്മനി, പുതിയ KPCC അധ്യക്ഷനെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ച് നേരത്തെ തന്നെ ദീപാദാസ് മുൻഷി കേരളത്തിൽ വന്ന് ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ദില്ലിയിലേക്ക് മടങ്ങിയത്. അങ്ങനെ ദില്ലിയിൽ എന്തെങ്കിലും ചർച്ച നടത്തുകയാണെങ്കിൽ VD സതീശന് മാത്രമായിട്ട് അങ്ങനെ ഒരു ചർച്ച ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയില്ല. അങ്ങനെ ദില്ലിയിലേക്ക് നേതാക്കളെ വിളിക്കുകയാണെങ്കിൽ KPCC അധ്യക്ഷൻ, നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുൻ KPCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കന്മാരെ വിളിക്കുന്നതിനൊപ്പമായിരിക്കും മുഖ്യമന്ത്രിയുമായി ഈ കാര്യങ്ങൾ അഭിപ്രായം തേടുക. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഈ ഘട്ടത്തിൽ പോകാനുള്ള സാധ്യതയില്ല. കാരണം 2 ദിവസം കഴിഞ്ഞ ശേഷം ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ആ ചർച്ചയിൽ ഹൈക്കമാൻഡിൻ്റെ മനസ്സ് എന്താണെന്ന കാര്യം ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളെ അറിയിക്കും. അതിനുശേഷം ദില്ലിയിൽ വിളിപ്പിക്കുമെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ച അഭിപ്രായം തേടാനുള്ള സാഹചര്യമുള്ളൂ. ഷമി.